ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലുമാസ്. മൈഡിയ കുട്ടികളെ, സ്മൈൽ എന്ന ചിരിച്ചോണ്ടിരിക്കുന്ന പ്രേതത്തിന്റെ ആദ്യ ഭാഗം സ്മൈൽ പാർട്ട് 1 നമ്മൾ കണ്ടതായിരുന്നു. ഇന്നിപ്പോ പാർട്ട് 2 ആണ് കാണാൻ പോകുന്നത്. ആദ്യ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കാം, ചെന്ന് കാണുക. നല്ല പടാണ്. ഇതിന്റെ കഥാതന്തു ഇത്രയേ ഉള്ളൂ. ഈ പ്രേതം ബാധിച്ച ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ഒരു വലിയ ഇളി ഇളിക്കും. രണ്ട് ഭാഗത്തേക്കും ഇളിച്ചിട്ട് ഒരു ഡീമൺ ചിരി. ഇതാരാണോ കാണുന്നത് അയാൾ പൊസസ് ചെയ്യപ്പെടും. പിന്നീട് ഒരാഴ്ച ഈ പുള്ളിയെ ആ പ്രേതം സ്നേഹിക്കാൻ തുടങ്ങും. അവസാനം കൊന്നുകളയും. ഇങ്ങനെ ആളെ മാറി മാറി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. അപ്പൊ ഈ കഥയിൽ എന്താണ് സംഭവിക്കണമെന്ന് കാണാം. നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ വിഷമിച്ച് കാറിലിരിക്കുന്ന ഒരാള്, അയാൾ ആർക്കോ വേണ്ടി കാത്തിരിക്കുക. ആ കാത്തിരിക്കുന്ന ആള് വന്ന ഉടനെ ഇവൻ മുഖത്ത് മുഖം മൂടിയൊക്കെ ഇട്ട് കയ്യിൽ തോക്കുമായി ആ പൊന്തക്കോട്ടുകാരനെ ചെന്ന് പിടിക്കും. അയാളെ ചെക്കൊക്കെ ചെയ്തിട്ട് നടക്ക്, വീടിനകത്തേക്ക് നടക്ക്, ഒരക്ഷരവും മിണ്ടാൻ പാടില്ല എന്ന് പറയും. ആ മുടിയനും വേറൊന്നും ചെയ്യാൻ പറ്റാതെ നേരെ വീടിനകത്തേക്ക് ചെല്ലുന്നു. വീടിനകത്തൊരു മുട്ട ഇരിപ്പുണ്ടാവും, കുറെ ഡ്രഗ്സ് ഒക്കെ വെച്ചിട്ട്. ആരാടാ നീ ആരമേത്ത കൈവച്ചിരിക്കണേന്നറിയോ? അതെന്റെ സഹോദരനാ. നിനക്കാള് മാറിപ്പോയി, ഞങ്ങളോട് കളിക്കണ്ട, ഞങ്ങൾ ഈ നാട് ഭരിക്കുന്ന ടീമാണെന്ന് മുട്ട പറഞ്ഞ് മറ്റേ ആളെ പേടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ മറ്റേ ആള് മുഖംമൂടിക്കാരൻ, നിങ്ങളൊക്കെ ആരാണെന്ന് എനിക്ക് അറിയാമടാ, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഞാൻ തേടി വന്നത്. കഴിഞ്ഞ ജനുവരിയിൽ നിങ്ങൾ 2 പേരും കൂടെ ഒരു അമ്മയും കുഞ്ഞിനെയും വെടിവെച്ച് കൊന്നില്ലേ, ഓർമ്മയുണ്ടോ? അത് കേട്ടുടനെ മുട്ട ചിരിച്ചിട്ട്, ഞങ്ങൾ എത്രയോ പേരെ കൊന്നിട്ടുണ്ട്, അതിലിപ്പോ നീ ആരാ? പ്രതികാരം ചെയ്യാൻ വന്നാണോ? അത് ഞങ്ങളോട് എന്നും പറഞ്ഞവൻ ധിക്കാരത്തോടെ ഇരിക്കുകയാണ്. അപ്പൊ ഈ മുഖംമൂടിക്കാരൻ പറയും, നിനക്ക് വേണ്ടി ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ കത്തിയെടുത്ത് ഇവന്റെ സഹോദരനെ അവന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ നെഞ്ചി കുത്തി കൊല്ലുകയാണ്. ഉടനെ മുട്ട കയ്യിലെ തോക്കെടുത്ത് ഇവനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. ഇവനും തിരിച്ച് ഷൂട്ട് ചെയ്യുന്നു. ഇവനൊരു വെടി കൊള്ളുന്നുണ്ട്. മുട്ടയ്ക്കാണെങ്കിൽ വെടി കൊണ്ടത് നെഞ്ചിലും കഴുത്തിലും. സ്പോട്ടിൽ തന്നെ ചോര ചീറ്റി അവൻ മരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഈ മുഖംമൂടിക്കാരൻ ഓടി വന്ന്, നീ ചാകരുത്, നീ ചത്തുപോയാൽ എനിക്കിത് പാസ് ചെയ്ത് കൊടുക്കാൻ വേറെ ആളില്ലാതാകും, നീ ചാകരുതടാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പുറകിലൊരു ചെറുക്കന്റെ ശബ്ദം. തിരിയുമ്പോൾ അധികം പ്രായമില്ലാതെ ഒരു 20-30 പ്രായമുള്ള ചെക്കൻ. നീ ആരാടാന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അവൻ ഡ്രഗ്സ് വാങ്ങാൻ വന്നൊരു സാധാരണ കസ്റ്റമറാ. എനിക്ക് ഈ വൃത്തികെട്ടവന്മാരെ ഇഷ്ടമല്ല, ഒരുപാട് പണം അവന്മാർ വാങ്ങിക്കുന്നുണ്ട്, എന്നാൽ വേറെ വഴിയില്ലാതെ ഞാൻ ഇവരെ കാണാൻ വന്ന. അപ്പൊ ഈ നല്ലവനായ കൊലയാളി പറയും, മോനെ എന്നോട് ക്ഷമിക്ക്, നിന്നിലേക്ക് ഇത് കൈമാറാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ എനിക്ക് വേറെ വഴിയില്ല, നീ വന്ന് പെട്ടുപോയതാണെന്ന് പറയും. ഈ ചെറുക്കന് മനസ്സിലാവില്ല എന്ത് കൈമാറാൻ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നല്ലവനൊന്നും പറയുന്നില്ല. ഈ ചെറുക്കൻ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്തോ ഇയാൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ഈ ഡ്രഗ്സിന്റെ മെയിൻ ഡീലിംഗ് നടത്തുന്ന ബാക്കിയുള്ള ലോഡുമാർ അവിടെ എത്തിക്കഴിഞ്ഞു. അവന്മാർ ഇവനെ കണ്ട ഉടനെ തോക്കെടുത്ത് വെടിവെക്കാൻ വേണ്ടി ഓടി വരിക. അവർ ഈ മരിച്ചു കിടക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടു. ഇവൻ എന്തായാലും വിടില്ല, കൊന്നുകളെ. ഇയാൾ ജനലൊക്കെ ചവിട്ടി പൊട്ടിച്ച് അവിടുന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കവേ റോഡിലേ പോയൊരു ട്രക്ക് ഇടിച്ച് തെറിപ്പിച്ച് അരച്ച് അവനെ കൊന്നുകളഞ്ഞു. ആള് തീർന്നു. അവിടെ നിന്നാണ് പടം ആരംഭിക്കുന്നത്. എന്ത് രസകരമായ തുടക്കം. കട്ട് ചെയ്താൽ നമ്മുടെ കഥയിലെ നായിക വലിയ പോപ്പ് സിംഗറാണ്. ഇപ്പൊ പേഴ്സണലായ ചില കുഴപ്പങ്ങളൊക്കെ സംഭവിച്ച് തരണം ചെയ്ത് വീണ്ടും അവൾ തന്റെ കരിയറിലേക്ക് പുതിയൊരു ബ്രേക്കിംഗ് ത്രൂ കൊടുത്തിരിക്കുകയാണ്. ഫാൻസ് എല്ലാം അവളെ വരവേൽക്കും. പുതിയ തുടക്കത്തിനായി അവളിപ്പോൾ ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചോദിക്കും, നിങ്ങൾ കടന്നുപോയ ആ ദുർഘടമായ മാനസികാവസ്ഥയെക്കുറിച്ചൊന്ന് പറയുമെന്ന്. സംഭവം, ഈ പെണ്ണ് സ്നേഹിച്ചിരുന്ന, കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന അവളുടെ ബോയ് ഫ്രണ്ട്, പുള്ളിക്കാരനും വലിയ സെലിബ്രിറ്റിയാണ്. 2 പേരും യാത്ര ചെയ്യുമ്പോൾ കാർ ആക്സിഡന്റ് ആയി. ബോയ് ഫ്രണ്ട് മരണപ്പെട്ടു. ഒരുപാട് ഡാമേജുകളൊക്കെ ആയിട്ടാണ് ഇവളെ ബാക്കി കിട്ടിയത്. ആ ട്രോമയിൽ നിന്നും തിരിച്ചു വരാൻ വളരെയധികം സമയമെടുത്തു. ഇപ്പൊ അവള് പഴയപടി ആക്റ്റീവായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്റെ ഫാൻസിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇത്രയും വലിയ ബ്രേക്ക് എടുത്തതിന്. ഇനി ഞാൻ പഴയതിലും പവർഫുൾ ആയിട്ടായിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവൾ അവളുടെ ഫാൻസിനെ മീറ്റ് ചെയ്യുന്നു. ഒരുപാട് ഫാൻസ് ഉണ്ട്, നമ്മുടെ പഴയ ലേഡി ഗാഗേനൊക്കെ പോലെ. അക്കയ്ക്ക് ഒരു അമ്മയും ഒരു മാനേജറും ഉണ്ട്. അവരാണ് ഇവളുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. ഇപ്പൊ പുതിയൊരു മ്യൂസിക് പ്രോഗ്രാമിന് വേണ്ടി അവൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഇടുപ്പ് ഉളുക്കുന്ന. അവൾക്ക് നേരെ ഡാൻസ് ചെയ്യാൻ കഴിയുന്നില്ല. സംഭവം, ഈ ആക്സിഡന്റ് മുഖാന്തരം അവൾക്ക് ഫ്രണ്ടിലും ബാക്കിലും വലിയ ഓപ്പറേഷനൊക്കെ ചെയ്ത് എല്ലിന് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ. ഒരുപാട് വേദനിക്കുമ്പോൾ വേദന ക്ഷമിക്കാൻ വേണ്ടി ചില ഡ്രഗ്സ് ടാബ്ലറ്റുകൾ ഇവൾ കഴിക്കാറുണ്ട്. അത് ആരെ അറിയിച്ചിട്ടില്ല. പെട്ടെന്ന് ആരോ കതകി വന്ന് മുട്ടുമ്പോൾ ഈ ടാബ്ലറ്റ് എല്ലാം വാഷ് ബേസിന്റെ അകത്തൂടെ താഴത്തേക്ക് പോകും. അങ്ങനെ അത് മിസ്സായി പോയി. അത് കഴിഞ്ഞ് ഇവള് അമ്മയുടെയും മാനേജറേയും കൂടെ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുന്നു. ബുധനാഴ്ചയാണ് ഫൈനൽ റിഹേഴ്സൽ എന്ന് അമ്മ പറയുന്നുണ്ട്. ഈ പോകുന്ന വഴിയെ ഇവൾക്ക് വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവളുടെ ഏതോ ഒരു കൂട്ടുകാരന് മെസ്സേജ് അയക്കും, ഞാനൊന്ന് വന്നോട്ടെ, എനിക്ക് ചില ടാബ്ലറ്റ്സ് വേണമെന്ന് ചോദിച്ചിട്ട്.
പുള്ളിക്കാരന് സന്തോഷത്തോടെ വായോ നിനക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അമ്മ ഇവളെ ഹോട്ടലിൽ കൊണ്ടുപോയി ഇറക്കി വിടുന്നു. ഇവള് ഹോട്ടലിൽ ചെല്ലുന്ന പോലെ അകത്ത് ചെന്ന് വസ്ത്രവും മാറി ആരും അറിയാതെ ഇവൾ ആ കൂട്ടുകാരനെ ചെന്ന് കാണുവാണ്. ഡോറ് തുറന്ന ഉടനെ ഈ കൂട്ടുകാരൻ ഇവളെ വിളിച്ച് അകത്തിട്ട് കത്തി കൊണ്ട് കഴുത്തി വെച്ച് സത്യം പറയടി നീ ആരാണെന്ന് ചോദിക്കും. അപ്പൊ ഇവള് നിനക്കെന്നെ മനസ്സിലായില്ലേ, നീ മണ്ടനാണോ, നീലടാ എന്നെ വിളിച്ചു വരാൻ പറഞ്ഞേ, ഞാൻ സ്കൈ റെയിലിയാണ്, എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ. ഇവൻ പെട്ടെന്ന് ഷോക്കാവും. നീ എങ്ങനെ ഇവിടെ എത്തി, ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചായിട്ട് ഓർക്കുന്നില്ലല്ലോ, എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു, ഒരാഴ്ചയായിട്ട് എനിക്ക് ചുറ്റും സംഭവിക്കുന്നത് സത്യമാണോ മിഥ്യയാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല, വളരെ മോശം അവസ്ഥയിലാണ് ഞാൻ. ഇവള് ചോദിക്കും ആ വാൾ എവിടുന്ന് വന്നു, നീ വാളും കൊണ്ട് എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ പറയും എനിക്കറിയാൻ പാടില്ല, എന്നെ ആരോ ആക്രമിക്കാൻ വരുന്നുണ്ട്, അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാള് വെച്ചിരിക്കുന്നത്. ഇവനാണെങ്കിൽ ഒരുപാട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, ടേബിൾ നിറച്ചും പൊടിയാ, ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെടുത്ത് വലിക്കുക. നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും എനിക്ക് മറ്റ് ഡ്രഗ്സ് ഒന്നും വേണ്ട, വേദനയുണ്ട്, അതുകൊണ്ട് ടാബ്ലറ്റ് മാത്രം തായോ, ഞാൻ തിരിച്ചു പൊക്കോളാം. അവൻ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യും, നീ കയറി വന്നിട്ട് നിന്നോട് മോശമായിട്ട് ഞാൻ പെരുമാറി, അറിയാതെ പറ്റിപ്പോയതാ, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ ടാബ്ലറ്റ് എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് ഇവൻ അകത്ത മുറിയിലേക്ക് കയറി പോകുന്നു. പക്ഷെ കുറച്ച് സമയമായിട്ടും ഇവൻ പുറത്തേക്ക് വരുന്നില്ല, ശബ്ദവും കേൾക്കുന്നില്ല. ഇവള് ലൂയിസ് നീ എവിടെ പോയിന്ന് ചോദിച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് പേടിച്ചരണ്ട കോലത്തി ഇവൻ ഇവളുടെ അടുത്തേക്ക് ഓടി വരും. അവൻ സീലിങ്ങിൽ നോക്കിയിട്ട് എന്തിനെയോ കണ്ട് പേടിച്ച് ഒച്ച വയ്ക്കുക. എന്താ സംഭവിക്കണേന്ന് ഇവൾക്ക് മനസ്സിലായില്ല. കുറച്ചു നേരം ഒച്ച വെച്ചവൻ പിന്നീട് അവ 2 ഭാഗത്തേക്കും തള്ളിപ്പിടിച്ച് പ്രേതച്ചിരിച്ചിരിക്കുക. ഇവള് പേടിച്ചരണ്ടു പോവും. പുറകിലേക്ക് മാറുമ്പം ഇവൻ ജിം അടിക്കാനുള്ള വെയിറ്റിന്റെ പ്ലേറ്റ് തൂക്കി സ്വന്തം തലയിലേക്ക് ആഞ്ഞിടിച്ച് മുഖമൊക്കെ ചളുങ്ങി രക്തം ചീറ്റുന്നുണ്ട്. എന്നാലും വീണ്ടും ആഞ്ഞിടിച്ച് തല ചെതറി താഴത്തേക്ക് ചത്തു വീഴുക. അങ്ങനൊരു സീൻ ആരും കണ്ടിട്ടുണ്ടാവില്ല, ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇവളത് കണ്ട് വിറച്ചുരുണ്ട് കയറി വലിയൊരു വാള് വയ്ക്കും. ഇവള് കണ്ടത് ഇവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉടനെ ഫോൺ എടുത്ത് പോലീസിനെ അറിയിച്ചാലോ എന്നുണ്ട്. എന്നാൽ പോലീസ് വന്നു കഴിഞ്ഞാൽ ഇവന്റെ മുറിയിലെ ഡ്രഗ്സ് അവർ കണ്ടുപിടിക്കും. ഇവളാണെങ്കിൽ വലിയൊരു സെലിബ്രിറ്റി കൊലപാതകം ഡ്രഗ്സ്. ഈ കേസിൽ പെട്ട ഇവളെ വീണ്ടും പത്രക്കാർ വലിച്ചു കയറും. പിന്നെ ഭാവി ഉണ്ടാവില്ല. അതുകൊണ്ട് പെണ്ണൊന്നും മിണ്ടാതെ തിരിച്ച് വീട്ടിലേക്ക് വരിക. ഒരു കുപ്പി വെള്ളം കുടിച്ച് സമാധാനിച്ചിട്ട് ബാത്റൂമിലേക്ക് വന്ന് കുളിച്ച് മുടി ചെയ്യാൻ തുടങ്ങും. ദേഷ്യം വരുമ്പോൾ ഇവള് മുടി പിടിച്ച് വലിക്കാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ ചെയ്യുന്നു. തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് ഇവള് മിണ്ടാതെ കിടന്നുറങ്ങുമ്പോഴാണ് രാത്രി ഈ ചത്തുപോയ ലൂയിസിന്റെ രൂപത്തിൽ ഒരു സാധനം ഇവളുടെ അടുത്ത് വന്ന് നിൽക്കുക. പെണ്ണ് ഞെട്ടിപ്പേടിച്ച് എഴുന്നേൽക്കും. അവൾക്ക് പിന്നെ രാത്രി ഉറക്കമില്ല. പിറ്റേന്ന് ഏതോ പ്രോഗ്രാമിന് വന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേക്കപ്പ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവളുടെ പ്രൊഡ്യൂസർ വരിക. കാണാൻ ഹാൻഡ്സമായ ഒരു തന്ത. പുള്ളിക്കാരനാണ് ഇവളുടെ ഇവന്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം പുതിയൊരു ഫണ്ട് റൈസിംഗ് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഒരു യൂത്തിന്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരു സ്പീച്ച് ഇവള് നടത്തണം. ചെറിയ പണിയുള്ളൂ, നീ വരിക, അവിടെ സ്ക്രീനിൽ കാണുന്ന വായിക്കുക, അത് മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ളത് ആ ഫണ്ട് റൈസിംഗ് ഗ്രൂപ്പുകാർ ചെയ്തോളും. അത് ഇവളുടെ പുതിയ മ്യൂസിക് പ്രോഗ്രാമിനൊക്കെ ഉപയോഗമാണ്. ഇവള് സമ്മതിക്കും. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എതിര് പറയാനാ, ഞാൻ വരാമെന്ന് പറയും. അത് കഴിഞ്ഞ് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വൊമിറ്റിങ്ങിൽ DNA ഉണ്ടാവുമോ എന്ന പേടിയിൽ ഇവളത് സെർച്ച് ചെയ്ത് നോക്കും. ഗൂഗിള് ഉണ്ടാകാം, ഉണ്ടാകാതെയും ഇരിക്കാം എന്നൊക്കെ നമ്മളോട് പറയുന്ന പോലെ തന്നെ ഇവളോടും പറഞ്ഞ് ഇവളെ കൺഫ്യൂസ് ആക്കുന്നു. ഇവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. പോലീസുകാരെ ബോഡി കണ്ടെത്തുമ്പോൾ ഇവളുടെ വൊമിറ്റ് വെച്ച് ഇവളെ പിടിച്ചാലോ. എന്തായാലും പെണ്ണ് പേടിച്ചുകൊണ്ട് അവളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ജമ്മ. ഈ ജമ്മയായിട്ട് ഇവള് ലാസ്റ്റ് ടൈം അടിയുണ്ടാക്കി. പിന്നെ മിണ്ടാതെയായി. 1 വർഷമായിട്ട് മിണ്ടിയിട്ടില്ല. അവളോട് ഇതൊക്കെ തുറന്നു പറയുകയാണെങ്കിൽ ഒരു സമാധാനം കിട്ടും. അതുകൊണ്ട് ഇപ്പം അവള് മെസ്സേജ് അയക്കുകയാണ്, ജമ്മ എനിക്ക് നിന്നൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട്. അതിന് റീപ്ലൈ വരുന്നതിന് മുന്നേ തന്നെ വേറെ ഏതോ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഇവൾക്കൊരു മെസ്സേജ് വരും. താൻ ലൂയിസിന്റെ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നോ ലാസ്റ്റ് നൈറ്റ് എന്ന് ചോദിച്ചിട്ട്. ഇവള് പേടിച്ച് വിറയ്ക്കുകയാണ്. ഇവളവിടെ പോയതെങ്ങനെ മറ്റൊരാൾക്കറിയാം? പെട്ടുപോയോ താൻ? ഇങ്ങനെ ഇവള് പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ ഇവളുടെ പുറകില് ലൂയിസിന്റെ ആ ചത്ത ശരീരം വന്ന് നിൽക്കുന്നു. പെണ്ണ് അരണ്ടു പോവും. ഒച്ച വെക്കുമ്പോഴേക്കും അവളുടെ മാനേജറും അമ്മയും മേക്കപ്പിലെ ലേഡിയൊക്കെ വരുന്നുണ്ട്. എന്തിനാ ഒച്ച വെച്ചെന്ന് ചോദിക്കുമ്പോൾ ഇവള് പറയും, ഈ തുണി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഈ വസ്ത്രം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇതിലെന്റെ മാർക്കിങ്സ് കാണാം വയറ്റില്, അതുകൊണ്ട് ഇത് ഞാൻ ധരിക്കില്ല, വേറെ ഏതെങ്കിലും ഡ്രസ്സ് വേണമെന്ന് പറയും. അവർ സമ്മതിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും റെഡിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരത് റെഡിയാക്കാൻ പോകുന്നു. അത് കഴിയുമ്പോൾ ഫാൻസ് മീറ്റാണ്. ഇവളുടെ ഫാൻസിനെ മീറ്റ് ചെയ്യുന്ന ഒരു മീറ്റപ്പ്. എല്ലാവർക്കും സൈൻ ചെയ്ത് കൊടുക്കുന്നു. ഒപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുഖമൊക്കെ ചോര തുപ്പിയ അവസ്ഥയിൽ ഒരാൾ വരുന്നു. എന്തേലും ഇൻഫെക്ഷൻ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവള് നല്ല രീതിയിൽ സംസാരിച്ച് ആളുടെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കും. പക്ഷെ പെട്ടെന്നാണ് അയാളുടെ സ്വഭാവം മാറുന്നത്. എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, എന്നെക്കൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റും, നിങ്ങളുടെ സ്കിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ 2 പേരും ഒരുമിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഭൂതി ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇയാൾ പേടിപ്പിച്ചിട്ട് പീഡിപ്പിക്കാൻ നോക്കുക. പെണ്ണ് അവനെ തള്ളിയിട്ട് പുറകിലേക്ക് പോകും. സെക്യൂരിറ്റികൾ വന്ന് അയാളെ പിടിച്ചുകൊണ്ട് പോകുന്നു. 1 സെക്കൻഡ് അവൾ ഷോക്കായി പോയി, ആകെ മൂഡ് ഓഫ്. പിന്നെ അമ്മ വന്ന് വെള്ളം കൊടുത്ത് അവളെ സമാധാനിപ്പിച്ച്, ഇങ്ങനെ മോശം അനുഭവമൊക്കെ ഉണ്ടാവും ഫാൻസ് മീറ്റ് എന്ന് പറയുമ്പോൾ, കാര്യാക്കണ്ട, അടുത്ത ആൾക്കാരെയും കൂടി കാണും, ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് അടുത്ത ആൾക്കാരെയും കൊണ്ടുപോയി കാണിക്കുന്നു. അപ്പോഴാണ് ഇതേ ഡെവിൾ ചിരിച്ചോണ്ടും വേറെ ഏതോ ഒരു കുഞ്ഞു പെൺകുട്ടി, ഇവളൊന്നും മിണ്ടുന്നില്ല, ചിരിച്ചോണ്ട് തന്നെ അടുത്തേക്ക് വരാം.
ദൈവമേ, എന്തൊരു രൂപ അത്! പ്രേതങ്ങളെക്കാട്ടിലും പേടിയ മനുഷ്യന്മാരെ കാണുമ്പോൾ. എന്തായാലും ആ കുട്ടി പോയി. അത് കഴിഞ്ഞ് വൈകിട്ട് ഈ മെസ്സേജ് ആരായിരിക്കും ഇവൾക്ക് അയച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് ഇവള് ലൂയിസിന്റെ അപ്പാർട്ട്മെന്റിൽ പോയിരുന്നില്ലേ, അത് ആരാണ് അറിഞ്ഞതെന്ന് ആലോചിച്ച് ഇവള് തലപുണ്ണാക്കുക. ഈ കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും പറയണമല്ലോ. ക്ലോസ് ഫ്രണ്ട് ജമ്മ മാത്രമേ ഉള്ളൂ. ഇവള് ജമ്മയ്ക്കൊരു വോയിസ് മെയിൽ അയക്കും. ഞാൻ നിന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു, വേദനിപ്പിച്ചു, എന്നോട് പൊറുക്ക്, എനിക്കിപ്പോൾ ആരുമില്ല, നിന്നോടൊരു കാര്യം പറയാനുണ്ട്, ദയവേത് വിളിക്കോ എന്ന് പറഞ്ഞ് വോയിസ് മെയിൽ അയക്കുന്നു. ഉടനെ തന്നെ ജമ്മ തിരിച്ചു വിളിക്കുന്നുണ്ട്. എന്തു പറ്റി, നിനക്ക് എന്താണ് കുഴപ്പം? ഇവള് പറയും, നിനക്കൊന്ന് എൻ്റെ ഫ്ലാറ്റ് വരെ വരാൻ പറ്റുമോ, എനിക്ക് ചില കാര്യങ്ങൾ നേരിട്ട് പറയാനുണ്ട്. ശരി, ഞാൻ 1 മണിക്കൂറിൽ വരാമെന്ന് പറയും അവളെ കൂട്ടുകാരി. ശരി, കൂട്ടുകാരി വരുമല്ലോ, അതുവരെ ഒന്ന് റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവള് കീബോർഡ് വായിച്ച് ഒരു പാട്ടും പാടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഇവള് കുടിച്ചു വെച്ചിരുന്ന വെള്ളത്തിന്റെ ആ ബോട്ടിൽ താഴത്ത് വീണ് പൊട്ടുക. ടിലും ചിലി. ഇവള് ചുറ്റും നോക്കും, ആരെയും കാണുന്നില്ല. സംശയാസ്പദമായ ഒരു സാഹചര്യം അവിടെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ താഴെ വീണ് പൊട്ടിയ ആ ഗ്ലാസ് താൻ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവളൊരു മോപ്പ് എടുത്തോണ്ട് വരികയാണ്. വലിയ പൈസക്കാരാണെങ്കിലും പാട്ടുകാരിയാണെങ്കിലും തന്റെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ താൻ തന്നെ ക്ലീൻ ചെയ്യണം. അങ്ങനെ ഇവള് ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ ഇവളെ പേടിപ്പിച്ചൊരു പ്രാന്തന് ഇവള് ടീഷർട്ട് സൈൻ ചെയ്ത് കൊടുത്തിരുന്നു. ആ ടീഷർട്ട് അവിടെ കിടക്കുന്നു. അതിന്റെ കൂടെ തന്നെ അതിന്റെ പുറകിലായി അയാൾ ധരിച്ചിരുന്ന വൃത്തിയില്ലാത്ത പല വസ്ത്രങ്ങളും അത് ഓരോന്നോരോന്നായിട്ട് കിടക്കുക. ഇതെല്ലാം അഴിച്ചിട്ട് നഗ്നരൂപത്തിൽ ആ പേടിപ്പിക്കുന്ന പ്രേത മനുഷ്യൻ വരാന്തയുടെ അറ്റത്ത് ഇരുട്ടി നിൽപ്പുണ്ട്. പെട്ടെന്ന് അയാൾ ഇവളുടെ അടുത്തേക്ക് ഓടി വരും. ജീവനും കൊണ്ട് പെണ്ണ് ഓടിച്ചെന്ന് കതക് തുറക്കുമ്പോൾ ഇവളുടെ കൂട്ടുകാരി ജമ്മ. അവളും ഇവളെ കണ്ടു പേടിച്ചു, ഇവളും അവളെ കണ്ടു പേടിച്ചു. പെണ്ണ് നിലത്തേക്ക് വീഴുമ്പോൾ ജമ്മ ചോദിക്കും, എന്താടി പറ്റിയേ, നീ ആരെങ്കിലും കണ്ട് പേടിച്ചാണോ? അവള് ഒച്ച വെക്കല്ലേന്ന് പറഞ്ഞിട്ട് കയ്യിലൊരു മഗ്ഗിന്റെ പൊരുളും എടുത്ത് ആ മനുഷ്യനെ തല്ലാൻ വേണ്ടി പോവുക. കൂട്ടുകാരിയാണെങ്കിൽ ഒരു എലിബൊമ്മ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തല്ലി എന്തായാലും വീഴും. അങ്ങനെ ഇവർ മുന്നോട്ട് പോയി നോക്കുമ്പോൾ മുന്നേ കണ്ട ഒരു അടയാളവുമില്ല. ആ ഗ്ലാസ് ബോട്ടിൽ താഴെ വീണ് പൊട്ടിയിട്ടുമില്ല. ഇതെന്തടാപ്പാ ഇങ്ങനെ സംഭവിച്ചു? അവൾക്ക് ആകെ തല കറങ്ങിപ്പോവും. പെണ്ണ് ഓടിച്ചെന്ന് കൂട്ടുകാരെ കെട്ടിപ്പിടിച്ച്, ഞാൻ ആകെ കുഴഞ്ഞിരിക്കുക, പക്ഷെ നീ ഇത്ര പെട്ടെന്ന് വന്നല്ലോ, എങ്ങനെയാ നിനക്ക് ഫോൺ കട്ട് ചെയ്ത് ഉടനെ ഓടി വരാൻ തോന്നിയത്? അപ്പൊ കൂട്ടുകാരി പറയും, ഞാൻ ഉടനെ ഒന്നും വന്നില്ലല്ലോ, നീ വിളിച്ചിട്ട് 1 മണിക്കൂറായി. 1 മണിക്കൂറോ? ഇവള് ഞെട്ടിപ്പോകും. 1 മണിക്കൂറോ? അത്രയും സമയം ഇവൾക്ക് തോന്നിയിട്ടില്ലല്ലോ. നിനക്ക് എന്താടി പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആകെ കുഴഞ്ഞിരിക്കാടി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യം ഞാൻ ക്ഷമ ചോദിക്കുന്നു, നിന്നോട് ചെയ്തതും പറഞ്ഞതും എല്ലാം മോശമായിപ്പോയി. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. എനിക്ക് മനസ്സ് തുറന്ന് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ആരോടും അത് പറയാൻ പറ്റില്ല. നിനക്ക് നമ്മുടെ ലൂയിസിനെ അറിയില്ലേ, കൂടെ പഠിച്ചേ? അതെ, ലൂയിസ് സ്വന്തം മുഖത്തേക്ക് ജിം വെയിറ്റ് കൊണ്ട് അടിച്ച് ചെളുക്കി തല പൊട്ടി മരിച്ചടി, അതും എൻ്റെ കൺമുന്നി വെച്ചിട്ട്. അവൻ ഒരുപാട് ഡ്രഗ്സ് വലിച്ചു കയറിയിട്ടാൻ തോന്നണം അങ്ങനെ ചെയ്ത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ എന്താ ചെയ്യണ്ടേ? പോലീസിനെ വിളിച്ചാലോ? കൂട്ടുകാരി പറയും, വേണ്ട, പോലീസിനെ ഒന്നും വിളിക്കണ്ട, അല്ലെങ്കിൽ തന്നെ നിനക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. നീ ഇപ്പൊ റീ എൻട്രി കൊടുത്തിട്ടേ ഉള്ളൂ, അത് മീഡിയ നശിപ്പിക്കും. നീ അവിടെ പോയി എന്നുള്ള തെളിവൊന്നുമില്ലല്ലോ. എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യാം, നീ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എന്തേലും വഴി കാണാതിരിക്കില്ല, നീ റിലാക്സ് ആയിരി, ഞാൻ ഇന്ന് രാത്രി നിന്റെ കൂടെ താമസിക്കാന്ന് പറയും കൂട്ടുകാരി. ഇവള് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഒരുപാട് നന്ദിയൊക്കെ പറയും. നീയേ ഉള്ളൂ എനിക്ക്, ഞാൻ നിന്നെ വേദനിപ്പിച്ചല്ലോ, എന്നോട് പൊറുക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഒരു ബെഡിൽ കിടന്ന് ഉറങ്ങാണ്. ഇവൾക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ലടി, ഞാൻ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാവരെയും വേദനിപ്പിക്കുക. ഇത് കേട്ടുടനെ അടുത്ത് കിടക്കുന്ന കൂട്ടുകാരി പറയും, നീ ഒരുപാട് മോശം ചീത്ത പെണ്ണാണ്, യു ആർ എ ഹൊറിബിൾ പേഴ്സൺ, അതുകൊണ്ടാണ് ഇങ്ങനെ. പെട്ടെന്ന് അവള് ഞെട്ടിപ്പോ. അവളെ കൂട്ടുകാരിയാണ് അങ്ങനെ പറയുന്നത്. ജമ്മ, നീ എന്താടി പറഞ്ഞത്? നോക്കുമ്പോൾ ജമ്മ കണ്ണു തുറന്നിട്ടില്ല, അവളെന്നെയാണ് സംസാരിച്ച്. സൂക്ഷിച്ചു നോക്കുമ്പോൾ പെണ്ണ് മെല്ലെ കണ്ണു തുറന്ന ആ ഡെവിൾ ചിരി, ആ സാത്താന്റെ ചിരിച്ചിരിക്കുക. അവളുടെ വായേ കൂടെ ഒരു വലിയ കാറ് വന്ന് ഇവൾ ഇടിക്കുന്നുണ്ട്. ഞെട്ടിപ്പേടിച്ച് ഇവള് പുറകിലേക്ക് മാറുമ്പോഴേക്കും നേരം പുലർന്നിരിക്കുന്നു. കൂട്ടുകാരി കാപ്പിയുമായിട്ട് വരികയാണ്, ഗുഡ് മോർണിംഗും പറഞ്ഞ്. ഇവക്ക് മനസ്സിലാവില്ല ഇതെപ്പോഴാണ് നേരം വെളുത്ത്, സമയത്രയായി. നോക്കുമ്പോൾ ഒരുപാട് സമയം വൈകി, അവൾ പ്രോഗ്രാമിന് എത്തേണ്ട സമയം കഴിഞ്ഞു. ഇവൾ എത്താത്തതുകൊണ്ട് അമ്മ അന്വേഷിച്ച് വന്നിരിക്കുക. നീ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചിട്ട് ഇവള് സോറി എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞ് ഉടനെ കിട്ടിയ വസ്ത്രം ഇട്ട് ഓടിച്ചെല്ലും. ആ പ്രോഗ്രാമിന്റെ സ്ഥലത്തേക്ക് ഓടിച്ചെല്ലും. ഇന്ന് ഫൈനൽ റിഹേഴ്സലാണ്. വസ്ത്രമൊക്കെ ധരിച്ച് ഇവള് പെർഫോം ചെയ്യാൻ തുടങ്ങി. പക്ഷെ പെർഫോമൻസിന്റെ ഇടയ്ക്ക് തന്റെ കാല് പൊട്ടി എല്ല് പുറത്തേക്ക് തള്ളിയതായിട്ട് ഇവള് ഫീൽ ചെയ്ത് വേദന സഹിക്കാൻ പറ്റാതെ തെറിച്ചു വീഴും. എല്ലാവരും ഓടിക്കൂടി നോക്കുമ്പോൾ ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഉടനെ അവള് ടെൻഷനായി ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ്, ആരോ എന്നെ ചവിട്ടിയിട്ടതാ, എന്റെ കൂടെ കളിച്ച ഇവറ്റകളിലെ ഏതോ ഒരെണ്ണം എന്നെ ചവിട്ടിയിട്ടതാ, സത്യം പറയാം ആരാത്? അപ്പൊ ഈ ഡാൻസ് മാസ്റ്റർ അങ്ങേര് വന്നിട്ട് പറയും, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ആരും നിന്നെ ചവിട്ടിയിട്ടില്ല, നീ തന്നെ നിലത്തേക്ക് വീണതാ, എന്താ പറ്റിയത് പെണ്ണേ, നിനക്ക് എന്താ പറ്റിയത്? ഇവളൊന്നും മിണ്ടാതെ അവിടുന്ന് ഓടിപ്പോവും. അവളുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആ മാനേജർ ചെറുക്കൻ അവനും ഡെവിൾ ചിരിച്ചിരിച്ചിട്ട് അവിടുന്ന് മാറിപ്പോവുക. ഇവള് ചെന്ന് അവളുടെ മുറി നോക്കുമ്പോൾ അത് മൊത്തം വലിച്ചു വാരിയിട്ട് അലങ്കോലപ്പെടുത്തിയിരിക്കുന്നു. മാനേജറാണ്, അവനല്ലേ ഇറങ്ങിപ്പോയത്. ഇവൾ ഉടനെ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങും. അവനെന്റെ മുറി മൊത്തം നശിപ്പിച്ചിരിക്കുന്നു, അവന്റെ ചിരി ഞാൻ കണ്ടു, എന്നെ അപമാനിക്കാൻ വേണ്ടി അവൻ ചെയ്തായിരുന്നു. അയാൾ പാവം പേടിച്ച് കരയും, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ നിങ്ങളുടെ മുറിയിൽ കയറിയിട്ടേയില്ല. അമ്മയും വന്നിട്ട് പറയും, അവൻ ഇത്രയും നേരം എന്റെ കൂടെയായിരുന്നു, അവൻ നിന്റെ മുറി കയറിയിട്ടില്ല, നീ ഡ്രഗ്സ് എങ്ങാനും എടുത്തിട്ടുണ്ടോ മോളെ
എന്താ പറ്റിയത്? മോള് പറയും, ഞാൻ പറയുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ ഡ്രഗ്സ് എടുത്തിട്ടില്ല, എന്നെ ഒന്ന് വെറുതെ വിടൂ, ഞാൻ അപ്സെറ്റാണ്, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയാവുള്ള. അപ്പം അമ്മ, അതെങ്ങനെ ശരിയാവും? പ്രൊഡ്യൂസർക്ക് വാക്ക് കൊടുത്തല്ല പ്രോഗ്രാമിന് പോവാന്ന്, പറഞ്ഞ വാക്ക് പാലിക്കണം. പുള്ളിയാണ് ഫണ്ട് ചെയ്യുന്നത് നിന്റെ പ്രോഗ്രാമിന് വേണ്ടി, അയാളെ ചതിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് പൊക്കോന്നും പറഞ്ഞ് അമ്മ ഇവളെ ആ പ്രോഗ്രാമിനും കൂടെ കൊണ്ടുപോകുന്നു. ആ നേരം ഇവള് ജമ്മയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് നിന്നെ കാണണം, സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പുണ്ടാവും വീണ്ടും ഈ അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നു. താൻ ആ സിംഗർ സ്കൈറൈലി അല്ലേ, എനിക്കറിയാം, ഞാൻ നിന്നെ മനസ്സിലാക്കി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ്. ഇവളത് കണ്ട് പേടിക്കും. ചുണ്ടത്ത് എന്തോ ഇരിക്കുന്നതായിട്ട് ചൊറിയുന്നത് പോലെ തോന്നുമ്പം ഇവള് ചുണ്ട് തുടയ്ക്കുന്നു. ലിപ്സ്റ്റിക്ക് മോന്ത മുഴുവനാവുന്നുണ്ട്. അവിടുന്ന് ഒരു കൂസലുമില്ലാതെ നേരെ ചെന്ന് സ്റ്റേജിൽ കയറും. തന്റെ ഫ്രണ്ടിലെ സ്ക്രീനിൽ കാണുന്നത് വായിച്ചാൽ മതി. അവള് ചിരിച്ച് ഗുഡ് ഈവനിങ്ങും പറഞ്ഞ് ഈ സ്പീച്ച് വായിക്കാൻ തുടങ്ങും. പക്ഷെ ഒരു പണി കിട്ടി, സ്പീച്ച് സ്റ്റെക്കാവും. ഇങ്ങനെ സ്ക്രോൾ ആവുന്നത് സ്റ്റെക്കായിട്ട് അടുത്ത സെന്റൻസ് എന്താണെന്ന് ഇവൾക്ക് അറിയില്ല. സോ അത് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവള് പിച്ചും പേയും പറയാൻ തുടങ്ങുകയാണ്. മോട്ടിവേറ്റ് ചെയ്യാനുള്ള സ്പീച്ചിൽ ഇവള് തന്റെ പഴയ ഡ്രഗ് കഥകൾ പറഞ്ഞ് ആൾക്കാരെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്തൊക്കെയോ വിളിച്ചു കൂവുന്നു. ജനം മൊത്തം അപ്സെറ്റ് ആയിരിക്കുമ്പം വീണ്ടും ഈ സ്ക്രോളിങ് നടക്കുന്നുണ്ട്. അതിലെ ലാസ്റ്റ് വാചകം ഇവള് വായിച്ചിട്ട് അടുത്തതായിട്ട് പോൾ ഹഡ്സൺ വരും എന്ന് പറയും. അത് ഇവളുടെ പഴയ ബോയ്ഫ്രണ്ടാ. അവൻ മരിച്ചു കഴിഞ്ഞു. എന്തിനാണ് ഇവള് അവന്റെ പേര് പറഞ്ഞെന്നറിഞ്ഞില്ല. നോക്കുമ്പോൾ മരിച്ചുപോയ ഇവളുടെ ബോയ്ഫ്രണ്ട് അവൻ ഇളിച്ചോണ്ട് വരെ അവളുടെ അടുത്തേക്ക്. പെണ്ണ് പേടിച്ചരണ്ടു പോവും. കണ്ണും പൂട്ടി, നീ ചത്തുപോയി, ഇത് സത്യമല്ല, നീ എന്റെ മുന്നിലില്ലാന്ന് പറഞ്ഞ് ഇവള് കണ്ണ് തുറന്നു നോക്കുമ്പോൾ തലമണ്ട പൊട്ടിയ അവസ്ഥയിൽ ആ ബോയ്ഫ്രണ്ട് വന്ന് ഇവളുടെ കഴുത്തിന് പിടിക്കുന്നു. പെട്ടെന്ന് ഇവള് പുറകിലേക്ക് കുതറി മാറും. തന്റെ അടുത്തുണ്ടായിരുന്ന ഒരു അമ്മച്ചി, പാവം നല്ല വയസ്സായ ഒരു അമ്മച്ചിയെ അവൾ അങ്ങനെ തട്ടിത്തെറിപ്പിച്ചു. അത് നിലത്ത് വീണ് അതിന്റെ ബോധവും പോയി. അടുത്ത സീനി ഇവളുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും ആ പ്രോഗ്രാം സംഘടിപ്പിച്ച ആൾക്കാരോട് ക്ഷമ ചോദിക്കുകയാണ്. എല്ലാം അലങ്കോലായി. ഇവള് വീട്ടിലേക്ക് തിരിച്ചോടി വരും. അപ്പോഴാണ് അൺനോൺ നമ്പറിൽ നിന്ന് വീണ്ടും മെസ്സേജ് വരാം. നിങ്ങൾ സീരിയസ് ഡേഞ്ചറിലാണ്, എന്നെക്കൊണ്ടേ നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ, നമ്മൾ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരിക്കും ആ മെസ്സേജ്. നിങ്ങൾ ഇമാജിൻ ചെയ്യല്ല, കാണുന്നതെല്ലാം സത്യമാണ്. ഇവൾക്ക് മനസ്സിലായി, താൻ അനുഭവിക്കുന്നത് അറിയുന്ന മനസ്സിലാക്കുന്ന മറ്റാരോ ഉണ്ട്. ഇവൾക്കയാള് ഇവളെ കൂട്ടുകാരനില്ല ലൂയിസ് അവസാനമായിട്ട് തന്റെ ഫോണിൽ എടുത്തൊരു വീഡിയോ അയച്ചു കൊടുക്കും. അതിൽ ഇവളെ പോലെ തന്നെ അവനും പേടിക്കുന്നുണ്ട്. ദാ അവിടെ ഉണ്ട് ആ സാധനം, ചിരിച്ചുകൊണ്ട് എന്നെ തന്നെ നോക്കുന്നു എന്ന് പറഞ്ഞ് ഇവൻ മൊബൈലിൽ വീഡിയോ എടുത്തിരിക്കുന്നു. പക്ഷെ ആ വീഡിയോയിലൊന്നും കാണുന്നില്ല. ഈ ചെറുക്കൻ ഇവളെ പോലെ തന്നെ പേടിച്ചിരിക്കുന്നത് കാണാം. ആ സാധനം ചിരിക്കുന്നുണ്ട് എന്ന് കൂടെ ഇവൻ പറയുന്നു. പെട്ടെന്ന് തൊട്ടടുത്തുനിന്ന് പോന്നൊരു ചിരിയുടെ ശബ്ദം. പെണ്ണ് പേടിച്ച് പുറകിലേക്ക് മാറും. ഇനിയും കാത്തിരുന്നു കഴിഞ്ഞാൽ തന്റെ കഥ തീരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ അറിയുന്ന ആളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇവൾ ലൊക്കേഷൻ ചോദിച്ച് വസ്ത്രവും മാറി ആ മനുഷ്യനെ മീറ്റ് ചെയ്യാൻ ഒരു ബാറിലേക്ക് ചെല്ലുന്നു. ഏകദേശം മിഡിൽ ഏജ് ആയ ഒരു മനുഷ്യൻ. നിങ്ങൾ ആരാണ്? ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ലൂയിസിന് എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയം എന്ന് ഇവൾ ചോദിക്കും. അപ്പൊ ആ മനുഷ്യൻ പറയും, ഞാൻ ലൂയിസിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് തേടി ചെന്ന. അപ്പൊ അവൻ മരിച്ചു കിടക്കുന്ന കണ്ടത്. അവന്റെ ഫോണിൽ അവസാനമായി അവൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പൊസഷൻ നിങ്ങളിലേക്ക് മാറാനാണ് സാധ്യത. ഇവൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ എന്താ പറയുന്നത്. അപ്പൊ അയാൾ പറയും, ലൂയിസ് ആത്മഹത്യ ചെയ്തതല്ല, അവൻ അകത്തുണ്ടായിരുന്ന ഈ ഡെവിൾ, ആ ഇൻഫെക്റ്റഡ് ആയ ഒരുവിധം മന്ത്രവാദം, അത് കാരണമാണ് ലൂയിസിന്റെ ബ്രെയിൻ അവന്റെ കൺട്രോളിലല്ലാതായി മാറിയത്. അവൻ തന്നെത്താനെ കൊല ചെയ്യാൻ മുതിർന്നത്. ഈ മാന്ത്രികത തലയ്ക്കകത്ത് കയറിയാൽ ആ ഡെവിളായിരിക്കും അയാളെ കൺട്രോൾ ചെയ്യുന്നത്. ഒരാഴ്ചയോളം ഭ്രാന്ത് പിടിപ്പിച്ച് അവസാനം കൊന്നുകളയും. അങ്ങനെ അയാൾ സ്വയം ചാകുന്ന സമയത്ത് തന്റെ മുന്നിൽ ആരാണോ ഉള്ളത് അയാളിലേക്ക് ഇത് പകർന്നു കൊടുക്കും. അങ്ങനെയാണിത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് മാറി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലൂയിസിന് കൈമാറിയത് ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്ന്, ആ പോലീസുകാരന് കിട്ടിയത് ഒരു ഡോക്ടറെ കയ്യിൽ നിന്ന്. ഹീറോയിൻ ചോദിക്കും, ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? താൻ പറയുന്നത് സത്യമാണോ? അപ്പൊ അയാൾ പറയും, ഈ സാധനം തന്നെയാണ് എന്റെ സഹോദരനെ കൊന്നുകളഞ്ഞത്. നിനക്ക് മുന്നേ എന്റെ സഹോദരൻ തുടങ്ങി 8 പേര് ഇതുവരെ മരണപ്പെട്ടു കഴിഞ്ഞു. ഓരോരുത്തരെയും കണ്ടുപിടിച്ച് ഞാൻ മീറ്റ് ചെയ്യുമ്പോഴേക്കും അവരെല്ലാം മരിച്ചു പോവാണ് ചെയ്യാറ്. തന്നെ മാത്രമേ ജീവനോടെ കണ്ടുകിട്ടിയുള്ളൂ. എന്റെ സഹോദരൻ മരണത്തിന് മുന്നേ എന്നോട് ഇതെല്ലാം വിവരിച്ച് പറഞ്ഞിരുന്നു ഓരോന്നായി. ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സ്വന്തം താടിയല് വലിച്ചു പൊട്ടിച്ച് അവൻ ആത്മഹത്യ ചെയ്യാണ് ചെയ്തത്. എനിക്കത് വിശ്വസിക്കാനും ഏറ്റെടുക്കാനും കഴിഞ്ഞിട്ടില്ല. ഞാൻ കണ്ടുപിടിച്ചതും ശേഖരിച്ചതും മനസ്സിലാക്കിയതും വെച്ച് പറയുകയാണെങ്കിൽ ഈ ചെയിൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ആ പ്രേതത്തിന്റെ നിർബന്ധമല്ലാതെ മറ്റൊരു വിധത്തിൽ ഹോസ്റ്റ് മരണപ്പെടണം. താൻ പേടിക്കണ്ട, മരിച്ചാലും തന്നെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴി എൻ്റെ അടുത്തുണ്ട്. തന്നെ കുറച്ച് സെക്കൻഡുകൾക്ക് മാത്രം മരണപ്പെടുത്തി ആ ഡീമൺ ചെയിൻ നീക്കം ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരാം. അതേയുള്ളൂ ഒരു മാർഗം. അതാണ് പരിശ്രമിക്കാൻ പോകുന്നത് ഞാൻ. താൻ സഹായിക്കണം എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, തനിക്ക് ഭ്രാന്താണോ? താൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ചാകണം എന്നൊക്കെ എൻ്റെ അടുത്തൊന്നും പറയുന്നു. ഞാനൊന്നും വിശ്വസിക്കില്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഇതെല്ലാം ഒരു ഫ്രോഡ് ഗെയിമാ. എന്നെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഫ്രോഡ് ഗെയിം. എനിക്ക് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞ് ഇവളെ നിൽക്കുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ, ആ ക്ലബ്ബിലെ ആൾക്കാർ ഇവളെ മനസ്സിലാക്കും, സെലിബ്രിറ്റിയാണെന്ന് മനസ്സിലാക്കും. ഇവൾ അവരെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. ബോട്ടിൽ നിറച്ചും വെള്ളം കുടിച്ച് തന്റെ ഫ്ളാറ്റിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള അവസ്ഥയിൽ സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി ഇവൾ ഇറങ്ങാൻ നോക്കുകയാണ്. പക്ഷെ തലപെരുപ്പ്, ഭയങ്കര തലപെരുപ്പ്.
ഒന്നും ഇവൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്ത് പിടിക്കാൻ പറ്റുന്നില്ല. സ്വന്തം തലമുടി ഇവള് വലിച്ചു പറിച്ച് കീറും. എന്തായാലും അത് കഴിഞ്ഞ് മനസ്സൊന്ന് ബലപ്പെടുത്തി ഇവളെ ഇറങ്ങിപ്പോകാൻ നോക്കുമ്പോൾ നിറച്ചും പ്രേത മനുഷ്യന്മാർ. ഇവള് വരുന്ന വഴിയെ പോകുന്ന വഴിയൊക്കെ കണ്ട തെരുവിലെ ഓരോ മനുഷ്യന്മാർ ഇവരെല്ലാം പ്രേത രൂപത്തിൽ ഇവളടുത്തേക്ക് വന്ന് ഇവളെ വലിച്ചു കീറാൻ തുടങ്ങും. ഒരുത്തൻ അവന്റെ കൈ തന്നെ ഇവളുടെ വായിലേക്ക് കുത്തി ഇറക്കുന്നുണ്ട്. പെണ്ണിന് ഒച്ച വയ്ക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴാണ് അവൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുക. ഇവൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു എന്ന് പറഞ്ഞല്ലേ, അതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഇവളും ഡ്രഗ്സ് എടുക്കും, ഇവളുടെ ബോയ് ഫ്രണ്ടും ഡ്രഗ്സ് എടുക്കും. രണ്ടുപേരും അങ്ങനെ ഡ്രഗ് അടിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് വഴക്കാവുന്നു. ദേഷ്യം വന്ന പെണ്ണ് സ്റ്റിയറിംഗ് പിടിച്ച് വലിച്ചു തിരിക്കുമ്പോൾ വലിയ കൊക്കേന്നീ കാറ് മരങ്ങളിലേക്ക് അടിച്ച് വീഴായിരിക്കും. അങ്ങനെയാണ് ഇവളുടെ ബോയ് ഫ്രണ്ട് മരണപ്പെടുന്നത്. ഇവള് കാരണം തന്നെ. അതിന്റെ കുറ്റബോധമുണ്ട് ഇവൾക്ക്. ഇപ്പൊ കണ്ണ് തുറക്കുമ്പോൾ പെണ്ണ് ഹോസ്പിറ്റലിലായിരിക്കും, ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അമ്മ അടുത്തിരിപ്പുണ്ടാവും. അമ്മ പറയും, നീ വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറെ നാളായി, അതുകൊണ്ട് ഡീഹൈഡ്രേറ്റഡ് ആയി ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണെടുക്കായിരുന്നു. ഞങ്ങൾ എടുത്തോണ്ട് വന്നതാ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അധികം വൈകാതെ നിന്റെ ഹെൽത്ത് റെഡിയാവും, നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാന്ന് പറയാം അമ്മ. ഇവള് പറയും, എന്റെ മാനസികാവസ്ഥ ശരിയല്ല, ഷോ ചെയ്യാൻ ഞാൻ തയ്യാറല്ല, അമ്മ എങ്ങനെയെങ്കിലും ക്യാൻസൽ ചെയ്യണം. അപ്പൊ അമ്മയാണെങ്കിൽ, നിനക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതം തന്നെ ത്യാഗം ചെയ്തു. എത്രയോ പേര് നിന്നെ പ്രതീക്ഷിച്ചിരിക്കുക, നിന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുക. നിന്റെ ഈ ദുഷ്ട സ്വഭാവം അതും സഹിച്ച് നിന്റെ ഭാവിക്ക് വേണ്ടി ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അതൊന്നും നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. നീ ഒരു ദ്രോഹിയാടി എന്ന് പറഞ്ഞിട്ട് അമ്മ പെട്ടെന്ന് ഡെവിളിനെ പോലെ ചിരിക്കാൻ തുടങ്ങും. ഇവള് പേടിച്ച് വിറയ്ക്കാണ്, ഓടി രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഈ അമ്മ ചെന്ന് മുഖം നോക്കുന്ന ഗ്ലാസ് പൊട്ടിച്ച് അതിലൊരു പീസ് എടുത്ത് സ്വന്തം ചങ്കിലേക്കും കണ്ണിലേക്കും നെഞ്ചത്തേക്കൊക്കെ മാറി മാറി കുത്താം. പെണ്ണ് പേടിച്ചരണ്ട് ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ്, ഡോറിനടുത്തേക്ക് എത്തുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുക, ആ അമ്മയെ കുത്തിയ ഗ്ലാസ് ഇവളുടെ കയ്യിലാണ് ശരിക്കും. ഇവളുടെ ശരീരം മുഴുവൻ ചോര, അമ്മയുടെ ശരീരത്തിൽ നിന്ന് ചെതറിയ ചോര. ഇവള് മുന്നോട്ട് ചെന്ന് നോക്കുമ്പോൾ കുത്തുകൊണ്ട് പെടഞ്ഞ് ചോരവാർന്ന് കിടപ്പുണ്ടാവും അമ്മ. അപ്പൊ യഥാർത്ഥത്തിൽ അമ്മയെ കുത്തി കൊന്നത് ഇവള് തന്നെയാ. ഇവൾക്കത് മനസ്സിലായിട്ടില്ല. പെണ്ണാകെ വിറച്ച് നിൽക്കുമ്പോഴാണ് ഈ മാനേജർ വന്ന് കഥയും മുട്ടുന്നത്. ഓടിച്ചെന്ന് ഇവള് കഥ അടച്ചിട്ട്, ഞാൻ തുണി മാറുക, കുറച്ചു കഴിഞ്ഞ് വായോ, പോയി സോഡ മേടിച്ചിട്ട് വാ, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് മാനേജറെ പറഞ്ഞുവിടും. എന്നിട്ട് ഇവൾ അകത്ത് വന്ന് ഒരു ഹുഡിയും ധരിച്ച് ആരും കാണാതെ ആരും അറിയാതെ അവിടുന്ന് രക്ഷപ്പെട്ട് പോവാൻ നോക്കാണ്. പക്ഷെ ലോബിയിലേക്ക് വരുമ്പോഴേക്കും ഒരു കോക്കും വാങ്ങിയിട്ട് ഈ മാനേജർ തിരിച്ചു വരുന്നുണ്ട്. മാനേജർ പെണ്ണിനെ കാണും, അവളെ ശരീരത്തെ രക്തം കാണും, സ്കൈരിയുടെ ശരീരത്തിൽ രക്തം. പെട്ടെന്ന് ഡോക്ടർ വായോ എന്ന് പറഞ്ഞ് ഇവള് ഡോക്ടറെ വിളിക്കുക. ഡോക്ടർ ഒരു സ്റ്റാഫ് ഓടി വരും. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവള് ബോധം കെട്ടതുപോലെ സെക്യൂരിറ്റിയുടെ പുറത്തേക്ക് വീണിട്ട് സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് തോക്കെടുത്ത് എല്ലാവരെയും പേടിപ്പിച്ച് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടും. പക്ഷെ പുറത്തു വന്ന പെണ്ണിന്റെ കാലിൽ സൈഡ് പാത്തി കിടക്കുന്ന കുപ്പിച്ചില് കുത്തുന്നുണ്ട്. അതെങ്ങനെ അവിടെ വന്നു എന്നറിയില്ല. എന്തായാലും ഇവൾ ആ കാലി കുപ്പിച്ചില് കൊണ്ട് നിൽക്കുമ്പോഴാണ് ഭാഗ്യം തന്നെ ഇവളുടെ കൂട്ടുകാരി അങ്ങോട്ട് വരുന്നത്. എന്താ പെണ്ണെ പറ്റിയെന്ന് ചോദിച്ച്, ഒന്നും മിണ്ടല്ല, എന്റെ കൂടെ വാന്നും പറഞ്ഞ് ഇവള് അവളെയും വിളിച്ചുകൊണ്ട് അടുത്തുള്ള ഒരു കാറുകാരനെ തോക്ക് കാണിച്ച് പേടിപ്പിച്ച് അവനെ വരട്ടി ഇവരാ കാറെടുത്ത് മറ്റേ അൺനോൺ നമ്പറില്ലേ അയാളെ കാണാൻ വേണ്ടി ചെല്ലും. അയാളോട് ലൊക്കേഷൻ ചോദിച്ച്, എന്റെ സ്ഥിതി വളരെ മോശമാണ്, എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ് അയാളെ കാണാൻ ചെല്ലാണ്. ഇപ്പോഴാണ് അടുത്തൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. പെട്ടെന്ന് മൊബൈലിലേക്ക് ജമ്മയുടെ കോള് വരുന്നു. അതായത് ഇവളെ അടുത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവളെ കൂട്ടുകാരി ജമ്മയുടെ കോള് ഇവളുടെ മൊബൈലിലേക്ക് വരികയാണ്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ജമ്മ പറയും, ഒരുപാട് കാലമായല്ലോ, പിന്നെന്താ ഇപ്പം നീ എനിക്ക് മെസ്സേജ് അയച്ച്? നിന്റെ മെസ്സേജ് ഞാൻ കണ്ടിരുന്നു, സത്യമാണോ നുണയാണോ എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല, വിളിക്കണോ വേണ്ടയോ എന്ന് പോലും ഞാൻ ആലോചിച്ച് നിൽക്കായിരുന്നു. നീ ഇപ്പം എന്താ ചെയ്യുന്നേ? എന്താ ഈ മനമാറ്റത്തിന്റെ കാരണം? ഹീറോയിൻ ഞെട്ടിത്തരിച്ചിട്ട് ചോദിക്കും, നീ അപ്പം എന്നെ ഒന്ന് കണ്ടില്ലായിരുന്നോ? കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ചല്ലായിരുന്നോ? അതിനാ കൂട്ടുകാരി പറയാ, നിനക്കെന്താ പ്രാന്തുണ്ടോ? നീ സ്വപ്നം കാണുവാണോ പെണ്ണെ? ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നിട്ട് 1 വർഷമായില്ലേ, നമ്മൾ കണ്ടിട്ട് 1 വർഷമായില്ലേ? ഇവളാ ഷോക്കി തിരിഞ്ഞു നോക്കുമ്പം കൂടെ വണ്ടി ഓടിക്കുന്ന കൂട്ടുകാരി പറയാ, നിന്നെ ആർക്കും ഇഷ്ടമല്ലടി പെണ്ണെ, എല്ലാവർക്കും നിന്നോട് വെറുപ്പാ, നീ ഒരു വൃത്തികെട്ട സ്ത്രീയായി, യു ആർ എ ബാഡ് ആൻഡ് ഹൊറിബിൾ പേഴ്സൺ. പെണ്ണ് കരഞ്ഞുകൊണ്ട് അവളെ തെറി പറയും, ഫക്യോ, പോ എന്റെ കൺമുന്നിൽ നിന്ന് തൊലഞ്ഞു പോ, ഇതൊന്നും സത്യമല്ല, പോയിക്കോ, നിനക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എനിക്കെല്ലാം മനസ്സിലാവുന്നു, ഞാൻ തന്നെയാണ് എന്റെ കൺട്രോൾ എന്നും പറഞ്ഞ് ഇവള് കണ്ണടച്ച് കുറേ നിലവിളിച്ച് കണ്ണുറക്കുമ്പോൾ ഇവള് തന്നെയായിരിക്കും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാറിൽ. കൂട്ടുകാരിയില്ല. ഭാഗ്യത്തിനാണ് വണ്ടി ഇടിക്കാതെ രക്ഷപ്പെട്ടത്. അടുത്ത നിമിഷം ബോധം വന്ന അടുത്ത നിമിഷം ഇവള് കാറും എടുത്ത് പറന്ന് എങ്ങനെയൊക്കെയോ ആ അൺനോൺ മനുഷ്യന്റെ അടുത്തേക്ക് എത്തി, ആ അങ്കിളുടെ അടുത്തേക്ക് എത്തി. പുള്ളിക്കാരന് കയ്യിലുള്ള തോക്ക് ഇവള് കൊടുത്തിട്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ ആ പണി, എന്നെ കൊല്ലാനുള്ള പണി നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോ, അതൊരു പക്ഷെ വർക്കൗട്ട് ആയില്ലെങ്കിൽ ഈ തോക്ക് ഉപയോഗിച്ച് നിങ്ങൾ എന്നെ കൊല്ലണം, കാരണം ഇനി ആരും മരിക്കാൻ പാടില്ല. ശരിയെന്ന് പറഞ്ഞ് അയാൾ ഇവളെ ഒരു ഫ്രീസർ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. എന്തിനാ ഇങ്ങോട്ടെന്ന് ചോദിക്കുമ്പോൾ ഇവളെ ഹാർട്ട് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ നിൽക്കും, വളരെ പെട്ടെന്ന് ബ്രെയിൻ ഡെഡ് ആവും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കുറച്ചുകൂടെ സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രീസർ മുറിയിൽ വെച്ചിട്ട് ചികിത്സ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് വരൂ, ഇതാണ് സേഫ് എന്നും പറഞ്ഞ് ഇയാൾ അവളെ വിളിച്ചുകൊണ്ട് പോയി തുണിയൊക്കെ മാറ്റി ടേബിളിൽ കിടത്തും.
എന്നിട്ട് ഒരു 8 മിനിറ്റ് സമയം കഴിയണം, അതുവരെ കാത്തിരിക്കുന്നും പറഞ്ഞ് ഇവളെ വായിലേക്ക് ഒരു തെർമോമീറ്ററും വെച്ചു കൊടുത്ത് ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഇയാള് ഫ്രീസർ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇവള് കാത്തു കിടക്കും. കുറച്ച് സമയമായിട്ടും ഇയാള് വന്നിട്ടില്ല. ഇവള് പേര് വിളിക്കും, മോറിസ് മോറിസ്, താൻ എവിടെ പോയി? മോറിസിനെ കാണുന്നില്ല. അപ്പോഴാണ് തനിക്ക് പുറത്തായി സീലിങ്ങില് ഇവളുടെ പഴയ രൂപമുള്ള ഒരു പെണ്ണിനെ കെട്ടിവെച്ചിരിക്കുന്നു. അവളെ ശരീരത്തു നിന്ന് നിറച്ചും രക്തം പൊടിയുന്നുണ്ടാവും. ആ പെണ്ണ് പൊതോന്ന് പറഞ്ഞ് ഹീറോയിന്റെ മണ്ടയിലേക്ക് വന്ന് വീഴുന്നു. ടേബിളൊക്കെ പൊട്ടിപ്പോയി. അതും കഴിഞ്ഞ് ഹീറോയിനെ വലിച്ചെടുത്തോണ്ട് പോയി ഇവള് ചുമരി കുത്തിപ്പിടിച്ച്, ഇനി ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയില്ല, നീ മുഴുവനായും എന്റേതായെന്ന് പറഞ്ഞ് അവളെ പുറത്ത് കയറിയിരുന്ന് വാ പൊളിച്ച് വായുടെ അകത്തേക്ക് കയറാൻ നോക്കാണ്. എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് ഇവളെ കുത്താൻ വെച്ചിരുന്ന ഇഞ്ചക്ഷൻ ഇവക്ക് ഇവളുടെ കൈ കിട്ടി. അവൾ ആ പ്രേതത്തിന്റെ കൈ കടിച്ച് പൊട്ടിച്ചിട്ട് ഈ ഇഞ്ചക്ഷൻ എടുത്ത്, ഇനി നിനക്ക് രക്ഷയില്ലടി, ഒരു മനുഷ്യനിലേക്കും നിനക്കിനി പടരാൻ കഴിയില്ല എന്നും പറഞ്ഞ് സ്വന്തം കഴുത്തിലേക്ക് കുത്തിയിറക്കും. പെട്ടെന്ന് ഈ പ്രേതം ഒച്ച വെച്ച് തൊള്ളയിട്ട് മാഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അടുത്ത സെക്കൻഡ് വീണ്ടും അത് ഇളിച്ചുകൊണ്ട് തിരിച്ചു വരും. എന്നിട്ട് ഹീറോയിനോട് പറയാണ്, സ്കെലേ, നീ കണ്ടതൊന്നും സത്യമല്ലടേ, എല്ലാം മിഥ്യായിരുന്നു. നോക്കുമ്പം ഇവളെ കയ്യിൽ ആ ഇഞ്ചക്ഷൻ ഇല്ല, അതവൾ ഇമാജിൻ ചെയ്തായിരുന്നു. എല്ലാം കൈവിട്ടുപോയി. ഇനി അവൾക്ക് എന്താണ് ഓർമ്മയുള്ളത് ഇല്ലാത്തത് ഇതൊന്നും അവൾക്കറിയില്ല. ഏതാണ് സത്യം മിഥ്യ ഒന്നും അവൾക്കറിയില്ല. ആ പ്രേതം അവളുടെ അടുത്തേക്ക് വരുന്നു. അടുത്തേക്ക് വന്ന് അവളുടെ ശരീരത്തിനകത്തേക്ക് കയറി. പിന്നെന്താ സംഭവിച്ചെന്നറിയില്ല. ഡോറ് തുറക്കുമ്പം ഇവള് സ്റ്റേജിലായിരിക്കും. പെർഫോം ചെയ്യാൻ വന്നിരിക്കുന്ന ആ സ്റ്റേജില് ഇവൾ ആ ഷോ എനിക്ക് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, ആ സ്റ്റേജിൽ പെണ്ണ് നിൽക്കുക. ഇവളുടെ അമ്മയും മാനേജറും പ്രൊഡ്യൂസറും എല്ലാവരും ഉണ്ട്. ഞെട്ടിയ പെണ്ണ് മുന്നിലേക്ക് നോക്കുമ്പം ആയിരക്കണക്കിന് ജനങ്ങൾ അവരുടെ ഒപ്പം ഇവൾ അതേ രൂപത്തിലുള്ള ഈ പ്രേതവും അത് പള്ളയൊക്കെ കീറി പെട്ടെന്നൊരു ഭീമാകാരമായ പുൽച്ചാടിയായിട്ട് മാറും. എന്നിട്ട് അത് ഇവളുടെ വായ അകത്തിപ്പിടിച്ച് അതിൻ്റെ അകത്തേക്ക് കയറി പോവാ. പെണ്ണ് ബോധം കെട്ട് താഴെ വീണു. പിന്നെ അവൾ എഴുന്നേൽക്കുമ്പോൾ വലിയ വായി ഇളിച്ചുകൊണ്ടാണ് എഴുന്നേക്കുക. ഓഡിയൻസിനൊന്നും മനസ്സിലാവില്ല. എല്ലാവരും കണ്ണും മിഴിച്ച് നോക്കി നിൽക്കവേ ഇത്രയധികം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ച് അവർക്കെല്ലാം ചിരിച്ച് കാണിച്ചിട്ട് ഇവള് സ്വന്തം മൈക്ക് തൻ്റെ കണ്ണിലേക്കും തലയിലേക്കും കുത്തിയിറക്കി ഇവരുടെ മുന്നിൽ വെച്ചിട്ട് മരിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ ഇവൾ ആ സാത്താനെ ഇത്രയധികം മനുഷ്യരിലേക്കും പടർത്തി വിട്ടു എന്നാണ് സംവിധായകൻ പറയുന്നത്. അപ്പം ഇനി അടുത്ത പാർട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ അങ്ങനെ ചെയ്ത്. എല്ലാം ചാകിനട പണ്ടാരങ്ങൾ. അങ്ങനെ പുള്ളിക്കാരൻ എല്ലാവരെയും കൊല്ലാൻ തീരുമാനിച്ചു. അവിടെ വെച്ച് സ്മൈൽ 2ാം പടം അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ട് കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കാണണം. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചിലരൊക്കെ കമന്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുലട്ടുമാസ്.